നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, SCT ഹോസ്പിറ്റൽ പട്ടം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസോണിസം രോഗത്തെ പറ്റിയാണ്. പ്രായമായവരിൽ 60 വയസ്സിന് മേലെയുള്ളവരിൽ കാണപ്പെടുന്ന നമ്മുടെ ചലനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസോണിസം. ഇത് പ്രായം മൂലം തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്നത് മൂലമാണ് ഈ ഒരു രോഗം കാണപ്പെടുന്നത്. ഇത് കൂടാതെ ഡയബറ്റീസ്, പ്രഷർ ഉള്ളവരിൽ തലച്ചോറിനുള്ളിലെ രക്തോട്ടക്കുറവ് ഉണ്ടാവുകയും അതുമൂലവും പാർക്കിൻസോണിസം രോഗം ഉണ്ടാകാം. മറ്റു കാരണങ്ങൾ ഒന്ന് കീടനാശിനികളുടെ എക്സ്പോഷർ, പ്രത്യേകിച്ച് ഓർഗാനോ ഫോസ്ഫറസ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവാതകം ശ്വസിക്കുന്നത്, ഇതൊക്കെ തന്നെ പാർക്കിൻസോണിസത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. ഇത് കൂടാതെ അടിക്കടി തലച്ചോറിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പ്രത്യേകിച്ച് ബോക്സേഴ്സിൽ അല്ലെങ്കിൽ തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന നോർമൽ പ്രഷർ ഹൈഡ്രോക്സിയോഫാലസ്, ഇതെല്ലാം തന്നെ പാർക്കിൻസോണിസത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങളാണ് പാർക്കിൻസോണിസം രോഗികളിൽ കാണപ്പെടുന്നത്. ഒന്ന്, കൈകാലുകളുടെ വിറയൽ. ഇത് രോഗി വിശ്രമാവസ്ഥയിൽ റെസ്റ്റിംഗ് ഫേസിലാണ് ഈ ട്രെമേഴ്സ് അഥവാ വിറയൽ കാണപ്പെടുന്നത്. ഇത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത്, കൈയിലോ കാലിലോ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്. ക്രമേണ രോഗം തീവ്രത കൂടുന്നതനുസരിച്ച് മറുവശത്തിലും മുഴുവൻ കൈകളുടെയും കാലുകളുടെയും വിറയൽ അനുഭവപ്പെടും. ഇതുകൂടാതെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പേശികളുടെ ദൃഢത, ഒരു സ്റ്റിഫ്നെസ് എല്ലാ ജോയിന്റ്സിലോ അല്ലെങ്കിൽ മസിൽസിലോ അനുഭവപ്പെടുന്നത്. ഇത് കാരണം ജോയിന്റ് പെയിൻ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഷോൾഡർ പെയിൻ ആണ് പാർക്കിൻസോണിസം രോഗികളിൽ കൂടുതലായി കാണപ്പെടുന്നത്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു പതുക്കം, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക. നാലാമതായിട്ട് ബാലൻസ് ഇല്ലായ്മ, പ്രത്യേകിച്ചും നിരപ്പല്ലാത്ത തറയിൽ നടക്കുമ്പോഴോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ഇരുന്നിട്ട് എണീക്കുമ്പോഴോ ഒക്കെ വീഴാനുള്ള ഒരു ടെൻഡൻസി വരിക. അപ്പൊ ഈ 4 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും പാർക്കിൻസോണിസം രോഗികൾ കാണപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ അവർ നടക്കുമ്പോൾ, നമ്മൾ സാധാരണ നടക്കുമ്പോൾ കൈകൾ ആട്ടിയാണ് നടക്കുന്നത്. പക്ഷെ അവർ നടക്കുമ്പോഴത്തേക്കും കൈകൾ അതിനനുസരിച്ച് മൂവ്മെന്റ്സ് ഉണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ അവരുടെ മുഖത്തെ പേശികളുടെയും ഈ ഒരു ചലനത്തെ ബാധിക്കാം. അപ്പോൾ എക്സ്പ്രഷൻസ്, ഇമോഷൻസ് വരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് എക്സ്പ്രഷൻ ഉണ്ടായാലും അവരുടെ മുഖത്ത് ഒരേ നിർവികാരതയായിരിക്കാം. ഇത് കൂടാതെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരിൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ്, അവരുടെ അക്ഷരങ്ങളുടെ സൈസ് ചെറുതായി വരാം. ഇതെല്ലാം തന്നെ പാർക്കിൻസോണിസത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാനായിട്ട് CT അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമായി വരും. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഭേദമാക്കാൻ സാധിക്കില്ല. പക്ഷെ വലിയൊരളവ് വരെ നമുക്ക് മരുന്നുകൾ കൊണ്ട് ഇതിന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും. 10 തൊട്ട് 25 വർഷം വരെ കൃത്യമായ ചികിത്സയുണ്ടെന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന്റെ ദൈർഘ്യം നമുക്ക് കൂട്ടുവാൻ സാധിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിന്റെ അഭാവമാണ്. അപ്പൊ ഡോപ്പമിൻ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായകമാകുന്ന മെഡിസിൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ട്രീറ്റ്മെന്റിൽ പ്രധാനമായും 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഒരു 7-8 വർഷം രോഗി കൃത്യമായി മരുന്നുകളോട് പ്രതികരിക്കും. അപ്പൊ പ്രതികരിക്കാതെ വരുമ്പോൾ പതുക്കെ മരുന്നിന്റെ ഡോസ് കൂട്ടുന്നതിനനുസരിച്ച് രോഗലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങും. രണ്ടാമത്തെ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മൾ എത്ര മരുന്ന് കൊടുത്താൽ തന്നെ പൂർണ്ണമായിട്ടും രോഗലക്ഷണങ്ങൾ ഭേദമാകുകയില്ല. അതുകൂടാതെ മരുന്നിന്റെ സൈഡ് എഫക്ട്സും കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഡോസ് കുറയ്ക്കുകയും അതോടൊപ്പം മരുന്ന് കൊടുക്കുന്ന ഫ്രീക്വൻസി കൂട്ടുകയും ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ ഒരു സ്റ്റേജിൽ രോഗി പൂർണ്ണമായും കിടപ്പിൽ ആവുകയും ഭക്ഷണം എടുക്കുന്നത് കുറയുകയും ചെയ്യുന്നു. അപ്പൊ മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കാതെ വരുമ്പോൾ നമുക്ക് തലച്ചോറിനുള്ളിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന സർജിക്കൽ രീതിയും ഇപ്പോൾ ലഭ്യമാണ്. മരുന്നുകളോടൊപ്പം തന്നെ പ്രധാനമാണ് എക്സസൈസ്, പ്രത്യേകിച്ച് സൈക്ലിംഗ് പോലെയുള്ള എക്സസൈസ്. എല്ലാ ജോയിന്റ്സും ഒന്ന് അനക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം.